ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇനി കൂടി പോയ ഒരു 5-6 മാസം കൂടി ഇവിടെ ഉള്ളൂ ഇന്റേൺഷിപ്പ് ആയിട്ട്. അപ്പം ഞങ്ങളുടെ റൂമിൽ 2 ജൂനിയേഴ്സ് ആണുള്ളത്, പിന്നെ ഞങ്ങൾ 3 പേര്. അപ്പം ഞങ്ങൾക്ക് പോകുന്നതിൽ എന്താണ് ഫീലിങ്സ്, പിന്നെ ഈ പിള്ളേർക്കാണെങ്കിലും ഞങ്ങളെ മിസ് ചെയ്യോ എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചിട്ട് ക്ലിപ്പ്. അപ്പം ശ്വേതയ്ക്ക് എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് പോയി ഞാൻ ആദ്യം വന്നേരം വിചാരിച്ചു 4 വർഷം പെട്ടെന്നൊന്നും പോയില്ലാന്ന്. പക്ഷെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പോയി. എന്താ പറയാ, വിഷമമുണ്ടോന്ന് വെച്ചാൽ വിഷമമുണ്ട്, പെട്ടെന്ന് കഴിയട്ടെ എന്നുള്ള സന്തോഷമുണ്ട്. പക്ഷെ വിഷമമുണ്ട്, കാരണം നമ്മൾ 4 വർഷം വീട് പോലെ നിന്നതല്ലേ, ഹോസ്റ്റലും ഫ്രണ്ട്സും ഒക്കെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പം ഇനി കൂടിപ്പോയ ഒരു 5-6 മാസം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ പറയാ, പ്രാരാബ്ധമായി. അപ്പൊ ശരിക്കും ഇനി എന്തിനു പറയണ്ട? ഇല്ല, വിഷമമുണ്ട്, സന്തോഷമുണ്ട്, അത്ര തന്നെ. സാൻഡി, ഇതാട്ടോ ഞങ്ങളുടെ ജൂനിയർ ആണ് ഇത്. എനിക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല, ഇവർ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര വിഷമാവും. കാരണം ഒരു വർഷം ഭയങ്കര പെട്ടെന്ന് പോയി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു റൂമിൽ. എന്തായാലും ഇവരെ ഒത്തിരി മിസ് ചെയ്യും. ഞങ്ങളാണ് ഹാപ്പി ആക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്ന് നന്ദനയ്ക്ക് എന്താ പറയാനുള്ളത്? ഒന്നും എല്ലാം വളരെ പെട്ടെന്നായി പോയി. അത് ഒരു എന്താ പറയുക, ഭയങ്കര പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു. അപ്പം പിന്നെ ഇവരൊക്കെ ആയിട്ടൊന്ന് എല്ലാം ഒന്ന് കമ്പനിയായി, എല്ലാവരുമായിട്ടൊന്ന് സിങ്കായി ഒക്കെ വന്നപ്പോഴത്തേക്കും പോകാനായി. അപ്പം അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ, അപ്പം ഈ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു കോഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ദുരന്തം. പിന്നെ നമ്മളെല്ലാവരും കീപ്പ് ഇൻ ടച്ച് ഉണ്ടാവും എല്ലാവരുമായിട്ടും. അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ലായിരിക്കുമല്ലോ. അപ്പം ഇതാണ് അടുത്ത ജൂനിയറെ. ഹൈ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, ഇവർ പോകുമ്പോൾ അവരെ മിസ് ചെയ്യും, എന്തായാലും മിസ് ചെയ്യും. ഞങ്ങൾ 1 വർഷമായി ഇവിടെ വന്നിട്ട്. 1 വർഷം പെട്ടെന്ന് പോയി. 1 വർഷം പെട്ടെന്ന് പോയി. നമ്മൾ വിചാരിച്ചില്ല നമ്മൾ ഇത്ര കമ്പനി ആവുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. അവർ എന്തായാലും മിസ് ചെയ്യും. അപ്പൊ ഇനി ആർക്കും എന്തെങ്കിലും പറയണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. എന്നാ പറയട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം 5 പേരും കുറച്ചായുള്ളൂ, മീൻസ് കമ്പനിയൊക്കെ ആയിട്ട്, അല്ല 1 വർഷം ആയുള്ളൂ എല്ലാവരുമായിട്ട് ഒന്ന് സിങ്കായിട്ട് വരുമ്പോൾ. അപ്പോഴത്തേക്കും പെട്ടെന്ന് പോകാനുമായി. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, വേറെ തന്നെ ഒരു ലോകമാണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി എന്താ, നമ്മൾ ഫ്രീഡം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലേ, കൺട്രോളിലാണല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്, ഫ്രീഡം ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീഡം ഒക്കെ ഇനി എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റെസ്പോൺസിബിലിറ്റി കൂടുന്ന ഒരു ഇതാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എന്തായാലും ഇവർ 4 പേരും നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ പിന്നെന്താ, കോളേജ്, അങ്ങനെ കോളേജിലുള്ള ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ടീച്ചേഴ്സിനൊക്കെ മിസ് ചെയ്യും. പക്ഷേ കോഴ്സിനെ അങ്ങനെ കോഴ്സ് കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. കുറച്ച് എന്താ പറയുക, കുറച്ച് ടഫാണ്. എന്നെ സംബന്ധിച്ച് നഴ്സിംഗ് കുറച്ച് ടഫാണ്. അത് ക്രാക്ക് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ് കിട്ടിയില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് മീൻസ് എനിക്കും സാൻഡിക്കും ഇവരെന്നും നല്ല ഒരു ചേച്ചിമാരായിരുന്നു, സ്വന്തം ചേച്ചിമാരെ പോലെ ആയിരുന്നു. എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം, അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ മിസ് ചെയ്യും ഇവരെ. ഞങ്ങളാണ് ആ 3 പേര്, ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഇനി ആർക്കും എന്തെങ്കിലും പറയണ്ടോ? മക്കളെ പോലെയാണ് കൊണ്ടു നടന്നത്. ഇനി ആർക്കും എന്തെങ്കിലും പറയണ്ടോ? ഇല്ല. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാല്, പ്രത്യേകിച്ച് അങ്ങനെ കോഴ്സിനെ കുറിച്ചും കോളേജിനെ കുറിച്ചും ആണെങ്കിലും, അല്ല ക്ലാസ്സിനെ കുറിച്ചാണെങ്കിലും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം അത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ റൂമിനെ കുറിച്ചും റൂംമേറ്റ്സിനെ കുറിച്ചും പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇയറിൽ ഞാൻ വേറെ റൂമിലായിരുന്നു. പിന്നെ സെക്കൻഡ് സെം ആയപ്പോഴത്തേക്കാണ് ഞാൻ ഈ റൂമിൽ വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേളാണ്, പെട്ടെന്ന് കറിയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഈ റൂമിൽ വന്നേ പിന്നെയാണ് ഞാൻ ഇങ്ങനെ മാറിയത്. മീൻസ് ഞാനിപ്പോൾ കുറച്ചൊക്കെ സ്ട്രോങ് ആയി, കുറച്ചൊക്കെ കേട്ടോ. എന്നാലും പെട്ടെന്ന് കറിയും, എന്നാലും കുറച്ചൊക്കെ സ്ട്രോങ് ആയിരുന്നു ഞാൻ ഈ റൂമിൽ വന്ന് ഇവരോടൊപ്പം കൂടിയ. പിന്നെ അതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് കറിയുമായിരുന്നു. പിന്നെ ആണെങ്കിലും മിസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ റൂംമേറ്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഫ്രണ്ട്സ് കേട്ടോ, ക്ലാസ്സിലെ കുറച്ച് ചുരുക്കമല്ല, എല്ലാവരും തന്നെ നല്ലവരാ, എല്ലാവരും തന്നെ മിസ് ചെയ്യും. അപ്പം അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. നന്നായിട്ട് റൂംമേറ്റ്സ് നന്നായിട്ട് മിസ് ചെയ്യും. കാരണം ഇപ്പോൾ ജൂനിയേഴ്സിനെ ആണെങ്കിലും സ്വന്തം അനിയത്തിമാരെ പോലെ തന്നെ ഞങ്ങളുടെ ആണെങ്കിലും അവർ സ്വന്തം ചേച്ചിമാരെ പോലെ അനിയത്തിമാരെ, ആ ഒരു ബോണ്ട് തന്നെയാണ്. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ്, അല്ലേ? അങ്ങനെ ഉണ്ടാവും. കാരണം അങ്ങനെയാണ്. ഞങ്ങളാണെങ്കിലും എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒന്നും ഒളിയും മറിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, എന്ത് വിഷമം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്ത് അപ്പം തന്നെ തീർത്ത്. അപ്പം ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇനി വല്ലതൊക്കെ കണ്ടന്റുമായിട്ട് വരാം. ഗൈസ് ബൈ. സാൻഡി, ബ്ലസ്സി ഒരു ബൈ പറയാൻ വരുക. ബൈ.